നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തൃശൂർ പൂരത്തിന് മുന്നോടിയായി മുണ്ടത്തിക്കോട് വെടിക്കെട്ട് നിർമ്മാണശാലയിലുണ്ടായ ദാരുണമായ സ്ഫോടനത്തെക്കുറിച്ച് ശക്തമായ പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തുവരികയാണ്. അതായത് ഇത് ആദ്യമായിട്ടല്ല കേരളത്തിൽ ഇത്തരത്തിലുള്ള വെടിക്കെട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇനിയും ഈ തീക്കളി വേണമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. തീർച്ചയായും ഇതൊരു വ്യാപാര കേന്ദ്രം തന്നെയാണ്. ഇതിന് പിന്നിൽ നിരവധി ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ അന്നവും എല്ലാം തന്നെ ഇത് തന്നെയാണ്. പക്ഷേ എത്രത്തോളം റിസ്ക് ആണ് എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. ഈ വെടിക്കെട്ട് നിർമ്മാണശാലയിൽ ചെരുപ്പിട്ടുപോലും നടക്കരുത്, സ്പീഡിൽ നടക്കരുത്, പതിയെ മന്ദം വേണം നടക്കാൻ. കാരണം സ്പീഡിൽ നടക്കുമ്പോൾ പരസ്പരം ഈ പൊടികൾ ഉരസി തന്നെ അവിടെ ഒരു സ്പാർക്ക് ഉണ്ടായാൽ പിന്നെ കഥ തീർന്നു. അത്തരത്തിൽ ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ഓരോ വെടിക്കെട്ട് നിർമ്മാണശാലകളും നടത്തുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോഴിതാ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് മുൻ DGP കൂടിയായ ജേക്കബ് തോമസ് രംഗത്തെത്തിയിരിക്കുകയാണ്. അപകടം നടന്ന ശേഷം ഫയർ എഞ്ചിനുകൾ എത്തുന്നതിന് പകരം ഇത്തരം അതീവ അപകട സാധ്യതയുള്ള മേഖലകളിൽ അല്ലെങ്കിൽ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഫയർ എഞ്ചിനുകൾ മുൻകൂട്ടി തയ്യാറാക്കി നിർത്തുന്ന സംവിധാനമാണ് ഉണ്ടാകേണ്ടിയിരുന്നത് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയല്ലല്ലോ, താൽക്കാലികത്തേക്കുള്ളതാണ്. പക്ഷെ അപ്പോൾ അവിടെ തന്നെ നേരത്തെ ഫയർഫോഴ്സിന് വിവരം നൽകിയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ അധികൃതരൊക്കെ തന്നെ ഒരു ഫയർ യൂണിറ്റ് എങ്കിലും അവിടെ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ പ്രവർത്തിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വലിയ ഒരു സ്ഫോടനം അവിടെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല ഇവിടെയുള്ള മറ്റൊരു ദുഷ്കരമായ സംഭവം എന്ന് പറയുന്നത് ആളൊഴിഞ്ഞ 5 ഏക്കർ വരുന്ന ഒരു പാടത്തിന് നടുവിലാണ് ഇവർ ഈ പുര കെട്ടിയിരുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടേക്ക് ഫയർഫോഴ്സിനൊക്കെ എത്താൻ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്ഫോടക വസ്തുക്കൾ വലിയ അളവിൽ ഒരൊറ്റ സ്ഥലത്ത് ശേഖരിക്കാതെ വിവിധ ഇടങ്ങളിലായി മാറ്റി സൂക്ഷിച്ചിരുന്നുവെങ്കിൽ ദുരിതത്തിന്റെ വ്യാപ്തി കുറയ്ക്കാമായിരുന്നുവെന്നും അദ്ദേഹം പറയുകയാണ്. തൃശൂർ പൂരം എല്ലാ വർഷവും കൃത്യമായി നടത്തുന്ന ഒന്നായതുകൊണ്ട് തന്നെ വെടിമരുന്ന് നിർമ്മാണശാലകളുടെ സമീപം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുടെ സേവനവും വാഹനങ്ങളും മുൻകൂട്ടി ലഭ്യമാക്കാൻ അധികൃതർ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ ഒരു നിരീക്ഷണം വളരെ ശരി തന്നെയാണ്. വെടിപ്പുരകളിലെ തൊഴിലാളികൾക്ക് സുരക്ഷാ കാര്യങ്ങളിൽ വലിയ അവബോധം ഉണ്ടാകില്ല എന്നതിനേക്കാൾ വിദഗ്ധരായ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം അവിടെ അനിവാര്യമാണ്. മുൻപ് താൻ ഫയർഫോഴ്സ് മേധാവിയായിരുന്ന സമയത്ത് കോഴിക്കോട് മിഠായി തെരുവിലും തിരുവനന്തപുരം ചാലയിലും ഫയർ എഞ്ചിനുകൾ സ്ഥിരമായി വിന്യസിച്ചതിലൂടെ വലിയ ദുരിതങ്ങൾ ഒഴിവാക്കാൻ സാധിച്ചത് അദ്ദേഹം ഉദാഹരണമായി തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പുറ്റിങ്ങൽ ദുരന്തം ജനങ്ങൾ തിങ്ങി നിറഞ്ഞ സ്ഥലത്താണ് സംഭവിച്ചതെങ്കിൽ മുണ്ടത്തിക്കോട് വെടിപ്പുരയിൽ നടന്ന അപകടം നിയമങ്ങൾ കൃത്യമായി പാലിക്കാത്തതുകൊണ്ടാകാം സംഭവിച്ചതെന്നും സ്ഫോടക വസ്തു നിയമം അനുശാസിക്കുന്ന നിബന്ധനകൾ അധികൃതർ ഉറപ്പുവരുത്തിയിരുന്നുവെങ്കിൽ ഈ ദുരന്തം ഒഴിവാക്കാമായിരുന്നുവെന്നും ജേക്കബ് തോമസ് വ്യക്തമാക്കുകയാണ്. മനുഷ്യന്റെ വില കണക്കിലെടുത്ത കരിമരുന്ന് വെടിക്കെട്ടിന് പകരം ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള വിനോദ ഉപാധികൾ അല്ലെങ്കിൽ വിനോദ രീതികൾ ആവിഷ്കരിക്കാൻ നമ്മൾ തയ്യാറാകണമെന്ന വിപ്ലവകരമായ നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഇത്തരം ശാശ്വത പരിഹാരങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ സമയമായിരിക്കുന്നു. കരിമരുന്നും ചൂടും തമ്മിലുള്ള അപകടകരമായ ബന്ധം എപ്പോഴും ഭീഷണിയായി തുടരുമെന്നും അതിനാൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സുരക്ഷിതമായ ആഘോഷങ്ങൾ സംഘടിപ്പിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിനിടെ മുണ്ടത്തിക്കോട് 5 വെടിപ്പുരകൾ തകർന്ന സ്ഫോടനത്തിൽ മരണസംഖ്യ 13 ഉയർന്നിരിക്കുകയാണ്. നിലവിൽ ഉള്ള വെന്റിലേറ്ററിൽ കഴിയുന്നവരുടെയൊക്കെ തന്നെ നിലവിലെ അവസ്ഥ വളരെ ദയനീയമാണ്. മാത്രവുമല്ല 5 മൃതദേഹങ്ങളും 3 പേരുടെ ശരീരാവശിഷ്ടങ്ങളുമാണ് ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയിരുന്നത്. എന്നാൽ പിന്നീട് അത് 13 മരണമായി നിജപ്പെടുത്തിയിരുന്നു. മരണസംഖ്യ കൂടാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിരവധി ആളുകൾ ഓടി രക്ഷപ്പെട്ട ഒരു സാഹചര്യവും കൂടി ഉണ്ടാകുന്നുണ്ട്. എന്തായാലും തൃശൂർ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചവരിൽ 5 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഇനിയൊരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രത കാട്ടണമെന്നും ജനങ്ങളുടെ സുരക്ഷിതമായ ആഘോഷം ഉറപ്പുവരുത്തേണ്ടത് അധികാരികളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ തകർന്നടിയുന്ന കുടുംബങ്ങളെക്കുറിച്ചും കരിമരുന്നിന്റെ മറവിൽ പൊലിയുന്ന ജീവനുകളെക്കുറിച്ചും ഗൗരവകരമായ പുനർചിന്തനം നടത്താൻ ഈ അപകടം നമ്മെ പ്രേരിപ്പിക്കുന്നുണ്ട്. മുണ്ടത്തിക്കോടുണ്ടായ നാശനഷ്ടങ്ങളുടെ വ്യാപ്തിയും സ്ഫോടനത്തിന്റെ ഭീകരതയും കരിമരുന്ന് കൈകാര്യം ചെയ്യുന്നതിലെ അശ്രദ്ധ എത്രത്തോളം മാരകമാകുമെന്ന് വ്യക്തമാകുന്നതാണ്. വരും ദിവസങ്ങളിൽ സുരക്ഷാ പരിശോധനകൾ കൂടുതൽ കർശനമാക്കാനും ഡിജിറ്റൽ വെടിക്കെട്ട് പോലെയുള്ള സുരക്ഷിത മാർഗങ്ങളെക്കുറിച്ച് ചർച്ചകൾ സജീവമാക്കാനും ഈ ദുരന്തം കാരണമാകുമെന്ന് കരുതപ്പെടുന്നുവെന്നും പറയുകയാണ്. കഴിഞ്ഞ വർഷങ്ങൾ
വർഷങ്ങളിലൊക്കെ കേരളത്തിൽ ആവർത്തിച്ചിരുന്നതാണ് വെടിക്കെട്ട് അപകടങ്ങൾ. പുറ്റിങ്ങലിലും തലശ്ശേരിയിലും നെന്മാറയിലും ഒക്കെയായി കമ്പപ്പുരയ്ക്ക് തീപിടിച്ചും വെടിക്കെട്ട് സ്ഥാനം തെറ്റിയുമൊക്കെ എത്രയോ ആളുകൾ മരിച്ചു കഴിഞ്ഞു. എന്നിട്ടും വെടിക്കെട്ട് അപകടത്തിന്റെ ബദൽ സാധ്യതയെക്കുറിച്ച് കേരളം മാറി ചിന്തിക്കുന്നതേ ഇല്ല. വെടിക്കെട്ട് അപകടങ്ങൾ ഒഴിവാക്കാൻ ഡിജിറ്റൽ ലേസർ വെടിക്കെട്ട്, ഡ്രോൺ ഡിസ്പ്ലേകൾ തുടങ്ങിയ ആധുനിക ബദൽ മാർഗങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ ഫലപ്രദമാണെന്ന് ഈ മേഖലയിലെ വിദഗ്ധർ പറയുന്നു. പുറ്റിങ്ങൽ ദുരന്തത്തിന്റെ സമയത്ത് ഇതുപോലെ ഒരു ചർച്ച വന്നെങ്കിലും അത് എവിടെയും എത്തിയില്ല. ഇവ സുരക്ഷിതമാണെന്ന് മാത്രമല്ല, മലിനീകരണമില്ലാത്തതും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നതുമൊക്കെയാണ്. ഇനിയാവാം ലേസർ വെടിക്കെട്ട്. സാധാരണ വെടിക്കെട്ടിന് സമാനമായ ദൃശ്യാനുഭവം ലേസർ രശ്മികൾ ഉപയോഗിച്ച് ആകാശത്ത് സൃഷ്ടിക്കുന്നതാണ് ലേസർ വെടിക്കെട്ട്. വെടിമരുന്നിന്റെ ഉപയോഗമില്ലാത്തതിനാൽ സ്ഫോടനങ്ങൾക്കോ അതുപോലെ തന്നെ തീപിടിക്കുന്നതിനൊക്കെ തന്നെ സാധ്യത ഇവിടെ ഇല്ല. കൂടാതെ വലിയ വെടിക്കെട്ടുകളെ അപേക്ഷിച്ച് ഇതിന്റെ ചിലവ് പകുതി മാത്രമാണ്. ദുബായിലെ ബുർജ് ഖലീഫ പോലെയുള്ള ഇടങ്ങളിൽ പുതുവത്സര ആഘോഷങ്ങൾക്ക് ഇത്തരം ലേസർ വെടിക്കെട്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്. യൂറോപ്യൻ രാജ്യങ്ങളിലും ചൈനയിലും ക്രിസ്മസ് നവവത്സര ആഘോഷങ്ങളുടെ ഭാഗമായും ഇപ്പോൾ അരങ്ങേറുന്നത് ലേസർ വെടിക്കെട്ടുകൾ തന്നെയാണ്. പണ്ട് ഇവിടെയും കരിമരുന്ന് പ്രയോഗിക്കുമായിരുന്നു. എന്നാൽ അപകട സാധ്യത മുന്നിൽ കണ്ടാണ് ഇപ്പോൾ ലേസറിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. ഡ്രോൺ ലൈറ്റ് ഷോകളാണ് അടുത്തത്. LED ലൈറ്റുകൾ ഘടിപ്പിച്ച നൂറുകണക്കിന് ഡ്രോണുകൾ ആകാശത്ത് വിവിധ രൂപങ്ങളും അനിമേഷനുകളും സൃഷ്ടിക്കുന്നുണ്ട്. ഇത് ശബ്ദ മലിനീകരണമോ വായു മലിനീകരണമോ ഉണ്ടാവുകയുമില്ല. മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഇത് ഭീഷണിയുമല്ല. പ്രോഗ്രാം ചെയ്ത ഡ്രോണുകൾ ഉപയോഗിക്കുന്നതിനാൽ അപകട സാധ്യതകൾ വളരെ കുറവാണ്. പ്രൊജക്ടർ ഷോകളാണ് മറ്റൊരു സുരക്ഷിത മാർഗം. വീടിന് പുറത്തെ ചുമരുകളിലോ സ്ക്രീനുകളിലോ വെടിക്കെട്ടിന്റെ ദൃശ്യങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നത് വഴി സുരക്ഷിതമായ ആഘോഷങ്ങൾ സാധ്യമാക്കും. പരമ്പരാഗത വെടിക്കെട്ടുകൾ ഒരിക്കൽ കത്തിച്ചു കഴിഞ്ഞാൽ തീരും. ഓരോ തവണയും പുതിയ വെടിമരുന്നുകൾ വാങ്ങാൻ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കേണ്ടി വരും. ഇന്ത്യയിൽ പ്രൊഫഷണൽ വെടിക്കെട്ടുകൾക്ക് മിനിമം ഏകദേശം 25,000 മുതൽ 1 ലക്ഷം രൂപ വരെ ചിലവ് വരാറുണ്ട്. എന്നാൽ ലേസർ, ഡ്രോൺ ഉപകരണങ്ങൾ വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നവയുമാണ്. സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തുന്നതിലൂടെ ഓരോ തവണയും വ്യത്യസ്തമായ കാഴ്ചകൾ സൃഷ്ടിക്കാൻ സാധിക്കും. വെടിക്കെട്ടിന് വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ, ലൈസൻസുകൾ, ഇൻഷുറൻസ്, വെടിക്കെട്ടിന് ശേഷമുള്ള വൃത്തിയാക്കൽ, അതിനു മുൻപുള്ള വൃത്തിയാക്കൽ, സുരക്ഷ ഇവയൊക്കെ തന്നെ നല്ലൊരു തുക ചിലവാകാറുണ്ട്. ലേസർ ഷോകളിൽ ഇത്തരം ക്ലീനിംഗ് ചിലവുകളില്ല. 50,000 മുതൽ 2 ലക്ഷം രൂപ വരെ മുടക്കിയാൽ നല്ലൊരു ലേസർ ഷോ ഉണ്ടാക്കാം. 10 ലക്ഷം മുതൽ ഡ്രോൺ ഷോകളും ചിലവാകും. പക്ഷേ മിനിറ്റിന് 25,000 മുതൽ 1 ലക്ഷം വരെ ചിലവിടുന്ന കേരളത്തിലെ വലിയ പൂര വെടിക്കെട്ടുകളെ നോക്കുമ്പോൾ ഇത് ലാഭകരമാണ്. ഹരിത പടക്കങ്ങൾ വരട്ടെ എന്നുള്ള അവകാശവുമുണ്ട്. ഇനി ആചാരത്തിന്റെയും മറ്റു പേരിൽ കരിമരുന്ന് പ്രയോഗം തന്നെ വേണമെന്ന നിർബന്ധം പിടിക്കുന്നവർക്കാണ് ഇപ്പോൾ ഉള്ള ഗ്രീൻ ക്രാക്കേഴ്സ് എന്ന് വിളിക്കുന്ന ഹരിത പടക്കങ്ങൾ. പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് മാറാൻ സാധിക്കാത്ത ഇടങ്ങളിൽ ഇവ ഉപയോഗിക്കാം. ഇവയിൽ ബാരിയം നൈട്രേറ്റ് പോലെയുള്ള ഹാനികരമായിട്ടുള്ള രാസവസ്തുക്കൾ ഇല്ലാത്തതിനാൽ തന്നെ വായു മലിനീകരണം 30% വരെ കുറവായിരിക്കും. ഇവയുടെ ശബ്ദപരിധി 110 മുതൽ 125 ഡെസിബലിനുള്ളിൽ നിയന്ത്രിച്ചിരിക്കുന്നു. തൃശൂർ പൂരം പോലെ ഒരു നഗരമധ്യത്തിൽ നടക്കുന്ന പരിപാടിക്ക് വേണ്ടത് ഹരിത പടക്കങ്ങൾ തന്നെയാണ്. ഇനി പരമ്പരാഗത വെടിക്കെട്ടുകളിൽ തിരികൊളുത്തുന്നതിന് പകരം ഇലക്ട്രിക്കൽ ഇഞ്ചക്ഷൻ സംവിധാനം ഉപയോഗിക്കുന്നത് അപകടങ്ങൾ കുറയ്ക്കാൻ സഹായിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അടുത്ത കാലത്തായി വിദഗ്ധർ നിരീക്ഷിക്കുന്ന ഒന്നാണ് കോൾഡ് സ്പാർക്ക് എന്ന് പറയുന്നത്. ഇവ സ്ഫോടനമില്ലാതെ വെളിച്ചം മാത്രം നൽകുന്നവയാണ്. ഇവ കതിനാവെടി പോലെയുള്ളവർക്ക് പകരമായി ഉപയോഗിക്കാമെന്ന നിർദ്ദേശമുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഇത്തരം സംവിധാനം എത്തിയിട്ടില്ല. കേരളത്തിലെ ക്ഷേത്രോത്സവങ്ങളിലും മറ്റും ഇത്തരം സാങ്കേതിക വിദ്യകൾ വ്യാപകമാകുന്നതിലൂടെ വെടിക്കെട്ട് പുരകളിൽ ഉണ്ടാകുന്ന സ്ഫോടനങ്ങളും വലിയ അപകടങ്ങളും ഒഴിവാക്കാൻ സാധ്യമാകും. പുറ്റിങ്ങൽ ദുരന്തത്തെ തുടർന്ന് ഇത്തരം ചർച്ചകൾ നടന്നെങ്കിലും അതെല്ലാം ഫയലിൽ മാത്രം ഉറങ്ങുകയാണ്. തൃശൂർ പൂരം പോലെ 200 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ആചാരത്തിൽ പെട്ടെന്നൊരു മാറ്റം കൊണ്ടുവരുന്നത് പ്രായോഗികമല്ല. അതിനാൽ ഇപ്പോൾ ഹരിത പടക്കങ്ങളും കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങളും പിന്തുടരുന്നതിനാൽ തന്നെ മുൻഗണന നൽകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. എങ്കിലും ഭാവിയിൽ സുരക്ഷ മുൻനിർത്തി ലേസർ ഷോകളുടെയും വെടിക്കെട്ടിന്റെയും ഒരു മിശ്രിത രൂപം പരീക്ഷിക്കാനും ആവിഷ്കരിക്കാനും ഒക്കെ തന്നെ കഴിയട്ടെ. പക്ഷേ അത്തരത്തിലുള്ള ഒരു ചർച്ചയും കേരളത്തിൽ ഇതുവരെ നടന്നിട്ടില്ല. മനുഷ്യൻ ജീവന് ഒരു വിലയുമില്ല എന്നതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം.